പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് പെരുമ്പാവൂരിൽ നൽകിയത് വർണ്ണോജ്വലമായ സ്വീകരണം. UDF നേതാക്കളും പ്രവർത്തകരുമടക്കം ആയിരങ്ങൾ യാത്രയെ സ്വീകരിക്കുവാൻ എത്തിച്ചേർന്നു. സുഭാഷ് പാർക്ക് മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനത്തിലും പ്രമുഖർ പങ്കെടുത്തു. കേരളത്തിലെ LDF സർക്കാരിന്റെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ എത്തിച്ചേർന്നത്. നിന്റെ വഴികളിൽ വെളിച്ചമായുദിച്ചുയർന്നിതാ, പുതുലോകമേ ഇരുണ്ട നാളിലും പ്രതീക്ഷയായി നയിച്ചൊരാശയം. സഹചരേ സഹനപാതയിൽ സമരമായി ജ്വലിച്ചുയർന്നു നാം, പതിതരെ പിറന്ന മണ്ണിൽ നാം ശിരസ്സുയർത്തി നിൽക്കയായിതാ. വിലങ്ങുകൾ തകർത്ത നാളുകൾ, വിശപ്പുതീർത്തൊരഗ്നിയിൽ എരിഞ്ഞ ഭ്രഷ്ടുകൾ, മുഷ്ടിതൻ കരുത്തിലെത്ര കൽത്തുറങ്കുകൾ തുറന്ന് നീതിതൻ തുറസ്സിലെത്തി നമ്മൾ തോഴരെ. അഹിംസയെന്നൊരായുധം തുരുമ്പെടുക്കുമോ? മൂർച്ചയുള്ള വാക്കുകൾ മരിച്ചു പോകുമോ? നീതികേടുകൾ ചെറുത്തു നേരിനായി അടർക്കളത്തിൽ വീണുപോയവർക്കുയിർ കൊടുത്ത ബോധമേ. എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കതാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. വെറുപ്പിനാൽ മനുഷ്യരെ മുറിച്ചു ഫാസിസം, വിഷം നിറച്ച വാക്കുകൾ മുടിച്ചു ഭാരതം. സ്നേഹമെന്നൊരൗഷധം പകർന്നു തന്നൊരാശയം പുനർജനിച്ചു പുതുയുഗത്തിൻ പിറവിയായിതാ. ജാതി വർഗ വർണ്ണഭേദമില്ല നമ്മളിൽ, മൂന്നു വർണ്ണരാശിയിൽ കൊരുത്ത മാലകൾ. കെട്ടകാലമെങ്കിലും നമുക്കു മോചനത്തിനായി പാടിടാം മതേതരത്വ ശാന്തി ഗീതമേ. വരികയായി കർമ്മധീരരെ സമരകാഹളം മുഴക്കി നീങ്ങിടാം. അരികിലായി പുതിയ പുലരിയും ഇനി ഒരുമയോടെ മുന്നിലേക്കു നാം. കൗമാരമേ സമരവീര്യമേ, അമരഗാഥകൾ രചിച്ച കാലമേ, ഇവിടെ യാത്രയിൽ സമരപാതയിൽ അഭിമാനമോടുയർത്തുമീ കൊടി. ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ നേതൃത്വത്തിൽ യാത്രയ്ക്ക് ഉജ്ജ്വലമായ സ്വീകരണം നൽകി.
ഫെബ്രുവരി 6 മുതൽ മാർച്ച് 6 വരെയാണ് കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലങ്ങളിലും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പുതുയുഗയാത്ര എത്തിച്ചേരുന്നത്. പെരുമ്പാവൂരിൽ നടന്ന സ്വീകരണ പരിപാടികൾ MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. ഞാനും ഈ ജാഥയോടൊപ്പം കാസർഗോഡ് നിന്നുണ്ടായിരുന്നു. ഞാൻ ഒന്ന് പറയുന്നു, എന്റെ നാട് പെരുമ്പാവൂരിലേക്ക് കടന്നു വന്ന ഈ VD സതീശനെ എല്ലാവരുടെയും പേരിലുള്ള സ്വാഗതം പറയുന്നു. ജാഥയെക്കുറിച്ച് ഇവിടെ പലരും സൂചിപ്പിച്ചു. ഈ ജാഥയ്ക്ക് ഞങ്ങളുടെ മനസ്സിൽ രണ്ടുപേരുടെ സാന്നിധ്യമുണ്ട്. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ അത് ശ്രീ TH മുസ്തഫയും ശ്രീ PP തങ്കച്ചനുമാണ്. അവരാണ് ഞങ്ങളെ നയിച്ചവർ, അവരാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയവർ. ഞാൻ ഒരു കാര്യം ശ്രീ സതീശനോട് പറയുന്നു, അവരുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നോ പെരുമ്പാവൂർ, അങ്ങനെ തന്നെ ഞങ്ങൾ പെരുമ്പാവൂരിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും. ജാഥയെക്കുറിച്ച് ഞാൻ പറയുന്നത് ജാഥ അനുഭവമാണ്. ഈ ജാഥ ഒരു പ്രതീക്ഷയാണ്, ഈ ജാഥ ഒരു പ്രത്യാശയാണ്, ഈ ജാഥ ഒരു ആത്മവിശ്വാസമാണ്, ഈ ജാഥ ഒരു ആത്മധൈര്യമാണ്. അതുകൊണ്ടാണ് ഈ ജാഥ കടന്നു വന്നപ്പോൾ അഭൂതപൂർവമായ ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത് കുന്നത്തുനാട്ടിൽ നിന്നാണ്. പെരുമ്പാവൂരും കുന്നത്തുനാടും ഏകോദര സഹോദരങ്ങളെ പോലെയാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ പറയുന്നു, കുന്നത്തുനാട് പിടിച്ചെടുത്തുകൊണ്ടാണ് ശ്രീ VD സതീശൻ എത്തിച്ചേർന്നിരിക്കുന്നത്. പെരുമ്പാവൂർ എന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തികോട്ടയായിരുന്നു. നമുക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബഹുമാനായ ശ്രീ VD സതീശൻ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ടീം UDF 100 സീറ്റ് നേടുമെന്നതാണ്. ടീം UDF 100 സീറ്റ് നേടുമ്പോൾ ഈ എറണാകുളം ജില്ലയിൽ നിന്നും 14 UDF ഉണ്ടാകും. ഞാൻ ഒന്നുകൂടി പറയുന്നു, ആ 14 എഴുതി ചേർക്കുമ്പോൾ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ പെരുമ്പാവൂരുണ്ടാകുമെന്ന് ഞാൻ VD സതീശൻ ഉറപ്പു നൽകുന്നു. MP-മാർ, MLA-മാർ, UDF-ന്റെ സമുന്നത നേതാക്കൾ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ എൽദോസ് കുന്നപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിലുള്ളവർ യാത്രാനായകനായ പ്രതിപക്ഷ നേതാവിനെ ഹാരാർപ്പണം നടത്തിയും ഉപഹാരങ്ങൾ നൽകിയും സ്വീകരിച്ചു. കേരളത്തിന്റെ സമഗ്രമായ വികസനമാണ് UDF ലക്ഷ്യം വെക്കുന്നത് എന്നും തകർന്നടിഞ്ഞ കേരളത്തെ UDF-ന്റെ നേതൃത്വത്തിൽ കരകയറ്റുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. എന്നിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയോ? ഇപ്പൊ ഈ ഇലക്ഷന്റെ തൊട്ട് മുമ്പ് 400 രൂപ കൂട്ടി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞു. മലയാളി എന്ത് ചെയ്തു? ആ കാശ് വാങ്ങിച്ച് പോക്കറ്റിലിട്ടു. എന്നിട്ട് പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു, ഇല്ലേ? അപ്പൊ ഇടുക്കിയിലെ നമ്മുടെ സഖാവും മണി എല്ലാവരും ചീത്ത വിളിക്കുന്ന ആളാ. അയാൾ പറഞ്ഞു, കൊള്ളരുതാത്തവന്മ അതിന് വോട്ടർമാരെ ഞങ്ങളുടെ പൈസ മേടിച്ച് പുട്ടടിച്ചിട്ട് UDF വോട്ട് ചെയ്തു. ഞങ്ങൾ പറഞ്ഞു, മണിസഖാവേ, അവര് കൊള്ളരുതാത്തവരല്ല, അവര് നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാ. അവർക്കറിയാം 5 കൊല്ലം പെൻഷൻ തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 2 മാസത്തേക്ക് 400 രൂപ കൂട്ടിയുള്ളൂ. അടുത്ത 5 കൊല്ലത്തേക്ക് അവർക്ക് പെൻഷൻ തരേണ്ടത് UDF ആണ് എന്ന് അവർക്ക് തിരിച്ചറിയാവാൻ. അതുകൊണ്ട് അവർ UDF വോട്ട് ചെയ്തു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ ചേട്ടനോട് പറഞ്ഞതുപോലെ നമ്മുടെ ടീം UDF 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക്. ഞാൻ പെരുമ്പാവൂരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എല്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും പിടിക്കും, ഇവിടെ ഒരു പഞ്ചായത്തും പോവില്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നിങ്ങൾ എല്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും പിടിച്ചു. ഇനി അടുത്ത ദൗത്യം ഏൽപ്പിക്കുക. പെരുമ്പാവൂരിന്റെ ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഈ പ്രാവശ്യത്തെ UDF സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിക്കും. പറയണ്ടല്ലോ? ഏട്ടോ ഉറച്ചു പറ. ഉറപ്പാണല്ലോ? ഞാൻ ആ ഉറപ്പ് ഏറ്റുവാങ്ങുന്നു. ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്കുകോട്ടയാണ്. ഉരുക്കുകോട്ട അല്ലേ? ഇവിടെ നിസാര വിജയം പോരാ. കേരളം മുഴുവൻ, എറണാകുളം ജില്ലയിൽ 14 സീറ്റ് നമ്മൾ ജയിക്കും. അപ്പൊ ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.